മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 60-ാമത്തെ ദശകത്തിൽ 4, 5, 6 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 4-ാമത്തെ ശ്ലോകം. നിയമാവസിതൗ നിജംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാജലഖേലനാകുലാ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. ഒരു മാസമായിട്ട് കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഗോപികമാർ എന്നും പറഞ്ഞു. ആ സമയത്ത് ഒരു മാസം അവസാനിക്കാറായപ്പോൾ കൃഷ്ണന് തോന്നി ഇത്ര നല്ല ബുദ്ധിമുട്ടുകയാണല്ലോ, അതുകൊണ്ട് അവർക്ക് അനുഗ്രഹിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് ആ യമുനാതടത്തിൽ ഈ കന്യകമാർ ഗോപികമാർ മുക്കുന്നതായിട്ടുള്ള ആ യമുനയുടെ തീരത്ത് അവിടെ ഇദ്ദേഹം എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിൽ അവരുടെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞു, പക്ഷേ ഒന്നും കൂടിയും പുഴയിലിറങ്ങി കളിക്കാം എന്ന് വിചാരിച്ച നീന്തി തുടിച്ച് കളിക്കാം എല്ലാവരും കൂടിയിട്ട് രസമായിട്ട്. അവരുടെ വ്രതാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞു, അന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്നും കൂടിയും ഈ പുഴയിൽ കളിച്ചും കൂടെ നിൽക്കാം എന്ന് വിചാരിച്ചവർ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് കരയ്ക്ക് വെച്ചു. എന്നിട്ട് മണൽത്തിട്ടയിൽ വച്ചിട്ട് കരയ്ക്ക് വെച്ചിട്ട് അവർ പുഴയിലിറങ്ങി കുളിക്കാൻ തുടങ്ങി എന്നാണ് ഇതിൽ പറയുന്നത്. നിയമ അവസിതവും, നിയമത്തിൻ്റെ അവസാനത്തിൽ, അവസിതവും അവസാനിച്ചപ്പോൾ, നിയമത്തിൻ്റെ അവസാനത്തിൽ, നിയമം വ്രതം, നിയമം എന്ന് വെച്ചാൽ അവിടെ വ്രതം, അവരുടെ അനുഷ്ഠാനങ്ങളായിട്ടുള്ള പൂജാദികളൊക്കെ ചെയ്തുകൊണ്ടുള്ളതായിട്ടുള്ള ആ വ്രതം അവസിതവും അത് അവസാനിച്ചപ്പോൾ, അത് വ്രതാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞപ്പോൾ. നിയമാവസിതവും നിജ അംബരം തടസീമനി അവമുച്യ. നിജ അംബരം തങ്ങളുടെ വസ്ത്രത്തെ, ഓരോരുത്തരും അതാത് ആളുകളുടെ വസ്ത്രങ്ങളെ, നിജ അംബരം തങ്ങളുടെ നിജം തൻ്റേതായിട്ടുള്ള അംബരം വസ്ത്രം. അംബരം എന്നുള്ള വസ്ത്രം എന്നും ആകാശം എന്നൊക്കെ അർത്ഥമുണ്ട്, ഇവിടെ വസ്ത്രം എന്നുള്ള അർത്ഥമാണ്. നിജ അംബരം തങ്ങളുടെ വസ്ത്രത്തെ തടസീമനി തടത്തിൻ്റെ അതിരിൽ, അതായത് യമുനാതടം എന്ന് പറയുമ്പോൾ യമുനയുടെ തീരത്തുള്ളതായിട്ടുള്ള ആ മണൽത്തിട്ട്, ആ മണൽത്തിട്ടിൻ്റെ അവസാനത്തിൽ, അതായത് പുഴയുടെ അടുത്തായിട്ട് ആ തടത്തിൽ തന്നെ കുളി കഴിഞ്ഞാൽ കയറിയാൽ എടുക്കാൻ പറ്റും എന്നുള്ള വിധത്തിൽ വളരെ സമീപത്തായിട്ട് അവമുച്യ അഴിച്ചു വെച്ചിട്ട്, ദേഹത്തിൽ നിന്ന് അവമുച്യ മോചിപ്പിച്ചിട്ട്, ദേഹത്തിൽ നിന്ന് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട്, തടസീമനി അവമുച്യ താസ്തദ, വസ്ത്രങ്ങൾ ദേഹത്തിൽ നിന്ന് അഴിച്ചിട്ട് ഈ തടസീമനി വെച്ചിട്ട്, തടസീമനി തടത്തിൻ്റെ സീമ എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ തടത്ത്, യമുനാ നദിയുടെ തീരത്തായിട്ട് യമുനാ തടത്തിൽ വച്ചിട്ട്, തടസീമന്യ അവമുച്യ താഹ അവർ ആ ഗോപസ്ത്രീകൾ തഥാ അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട്, യമുനാജല ഖേലനാകുലാഹ യമുനാജലത്തിൽ ഖേലനം കളി വിഹാരം അതിന് തൽപരരായിട്ട്, ഖേലനാകുലാഹ അതിനുള്ളതായിട്ടുള്ള ആകുലന്മാരായിട്ട്, അതിൽ താല്പര്യത്തോടു കൂടിയവരായിട്ട്, യമുനാജല ഖേലനാകുലാഹ. എന്നിട്ട് അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പുരതഃ മുൻപിൽ തന്നെ ത്വാം അവലോക്യ അങ്ങയെ കണ്ടിട്ട്, ഭഗവാൻ അവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞുല്ലോ, അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ഗോപസ്ത്രീകൾ നോക്കിയപ്പോൾ ഭഗവാനുണ്ട് അടുത്ത് തന്നെ. ത്വാം അവലോക്യ ലജ്ജിതാഹ. അപ്പോൾ അവർക്ക് ലജ്ജ തോന്നി, അതായത് ആരും വസ്ത്രം ധരിച്ചിട്ടില്ല, വസ്ത്രം ധരിക്കാതെ കണ്ടാണ് ഈ വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്, നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് മുമ്പിൽ ഭഗവാനെ കണ്ടപ്പോൾ അവർക്കൊക്കെ ലജ്ജ തോന്നി. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ വാസ്തവത്തിൽ പ്രായം കുറഞ്ഞ ഒരാളാണ് എങ്കിലും അവർക്ക് അവരുടെ വിചാരത്തിൽ തങ്ങളുടെ കാമുകനായിട്ടാണ്, പതിയായിട്ടാണ് അവരെ ഭാവിയിൽ തങ്ങൾക്ക് പതിയായിട്ട് ലഭിക്കണമെന്നുള്ളതായിട്ടുള്ള മോഹത്തോടു കൂടിയിട്ടാണല്ലോ അവർ. അപ്പോൾ ആ തങ്ങളുടെ കാമുകനായിട്ടാണ് അവർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ മുൻപിൽ തങ്ങൾ വസ്ത്രമില്ലാതെ നിൽക്കുന്നു എന്നുള്ളതായിട്ടുള്ള തോന്നൽ കൊണ്ടുണ്ടായിട്ടുള്ള ലജ്ജ അവർക്കൊക്കെ ഉണ്ടായി എന്നാണ്.
ന നിയമാവസിതോ നിയമത്തിൻ്റെ അവസാനത്തിൽ നിയമം അവസാനിച്ചതായ അവസരത്തിൽ വ്രതത്തിൻ്റെ അവസാനത്തിൽ നിജാംബരം തങ്ങളുടെ വസ്ത്രത്തെ തടസീമനി തടത്തിൻ്റെ സമീപത്തായിട്ട് തടത്തിൽ തന്നെ വെള്ളത്തിൻ്റെ സമീപത്തായിട്ട് അവമുച്ച്യ അഴിച്ചു വച്ചിട്ട് താഹ അവർ തഥാ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ അഴിച്ച് അവിടെ വച്ചതിന് ശേഷം യമുനാജല ഖേലനാകുലാഹ യമുനാജലത്തിൽ ഖേലനം ചെയ്യുന്നതിൽ വിഹരിക്കുന്നതിൽ കളിക്കുന്നതിൽ നീന്തി കളിക്കുന്നതിൽ ആകുലരായിട്ട് അതിലുള്ളതായിട്ടുള്ള താല്പര്യത്തോടു കൂടിയവരായി പുരതഃ ത്വാം അവലോക്യ അങ്ങനെ ആ സമയത്ത് പുരതഃ മുൻപിൽ തന്നെ ത്വാം അവലോക്യ അങ്ങയെ കണ്ടിട്ട് ലജ്ജിതാഹ ലജ്ജിച്ചവരായി തീർന്നു. അനുരാഗം ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും ആ തങ്ങൾ സ്നേഹിക്കുന്നതായിട്ടുള്ള തനിക്ക് തങ്ങളുടെ കാമുകനായിട്ടുള്ള ആ കൃഷ്ണനെ മുൻപിൽ കണ്ടപ്പോൾ വിവസ്ത്രകളായിട്ടുള്ള അവർക്ക് ലജ്ജയുണ്ടായി എന്നാണ്. അപ്പോൾ അവർ ഭഗവാനെ ആ തരത്തിലാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് അവിടെ പ്രത്യേകിച്ച് പറയണത്. ത്രപയാ നമിതാനനസ്വധോ വനിതാസ്വംബരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടവം ത്വം തരസാധിരൂഢവൻ. ഭഗവാൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ ഈ സ്ത്രീകളവിടെ ലജ്ജിതരായി തീർന്നു എന്ന് പറഞ്ഞു. ലജ്ജിക്കുക മാത്രമല്ല, അപ്പോൾ അവർ തല കുമ്പിട്ട് നിന്നു. ഭഗവാനെ നോക്കാനുള്ളതായിട്ടുള്ള ശക്തി ഇല്ലാതെ കണ്ട തല കുനിച്ചു നിന്നു എല്ലാവരും എന്നാണ്. ത്രപയാ ത്രപ കൊണ്ട് ലജ്ജ കൊണ്ട് ത്രപയാ നമിതാനനാസു എല്ലാവരും നമിതമായ ആനനത്തോടു കൂടിയവരായി തീർന്നപ്പോൾ നമിതം കുമ്പിട്ട മുഖത്തോടു കൂടി നേരിട്ട് നോക്കാൻ ലജ്ജ അനുവദിക്കാത്തത് കൊണ്ട് അവരൊക്കെ തല കുമ്പിട്ട് നിന്നു എന്നാണ്. ത്രപയാ നമിതാനനാസു ലജ്ജ കൊണ്ട് അവരെല്ലാം തല കുമ്പിട്ട് നിന്നതായ അവസരത്തിൽ അഥ അനന്തരം ത്രപയാ നമിതാനനാസു ത്രപ കൊണ്ട് അവരെല്ലാം കുമ്പിട്ട് നിന്നതായ അവസരത്തിൽ വനിതാസു ആരാണ് വനിതകൾ ആ സ്ത്രീജനങ്ങളെല്ലാം ഗോപസ്ത്രീകളെല്ലാം ത്രപ കൊണ്ട് നമിതാനരായി നിന്നപ്പോൾ തല കുമ്പിട്ട് നിന്നതായ അവസരത്തിൽ വനിതാസു അമ്പരം എന്നുള്ളത് വനിതാസു അമ്പരജാലം എന്ന് പദം മുറിക്കണം. വനിതാസു അമ്പരജാലം അമ്പരങ്ങളുടെ സമൂഹം എല്ലാവരും ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ അധികം വസ്ത്രങ്ങളുണ്ട്. അമ്പരജാലം അമ്പരങ്ങളുടെ കൂട്ടം വസ്ത്രങ്ങളുടെ കൂട്ടം അവർ അഴിച്ചു വെച്ചതായിട്ടുള്ള ആ വസ്ത്രങ്ങളെല്ലാം തന്നെ വസ്ത്ര സമൂഹത്തെ തന്നെ വനിതാസു അമ്പരജാലം അന്തികേ നിഹിതം അടുത്ത് തന്നെ വെച്ചിരുന്നതായിട്ടുള്ള അതായത് ആ പുഴയുടെ സമീപത്ത് ആണെന്ന് പറഞ്ഞാൽ എന്താണ് തടത്തിൻ്റെ സീമയിൽ എന്ന് പറഞ്ഞല്ലോ. തടസീമനി അമമുച്ച എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വളരെ ജലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വസ്ത്രങ്ങളെല്ലാം തന്നെ നിഹിതം അന്തികേ നിഹിതം സമീപത്ത് വച്ചിരുന്നതായ ആ വസ്ത്രങ്ങളെല്ലാം അന്തികജാലം ആ വസ്ത്ര സമൂഹത്തെ പരിഗൃഹ്യ ചെന്നെടുത്തു. അവരൊക്കെ കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ കാണില്ല എന്നുള്ളത് കൊണ്ട് വേഗം പോയി ആ വസ്ത്രങ്ങളൊക്കെ എടുത്തു എന്നാണ്. അന്തികേ നിഹിതം പരിഗൃഹ്യ അതൊക്കെ എടുത്തിട്ട് ഭൂരുഹോ വിടപം ഭൂരുഹ എന്ന് പദം മുറിക്കുമ്പോൾ വിസർഗമായിട്ട് ഭൂരുഹ വിടപം ഭൂരുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ വളരുന്നത് അത് വൃക്ഷം. അപ്പോൾ അതിൻ്റെ ഷഷ്ടിയാണ് ഭൂരുഹ എന്നുള്ളത്. വൃക്ഷത്തിൻ്റെ വിടവം കൊമ്പ്. ആ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പിൽ ത്വം തരസാധിരൂഢവാൻ അങ്ങ് വളരെ വേഗത്തിൽ ആ വൃക്ഷത്തിൻ്റെ കൊമ്പിൽ കയറി ഇരിപ്പായി എന്നാണ്. തരസ വളരെ വേഗത്തിൽ അധിരൂഢവാൻ കയറി. അപ്പോൾ അദ്ദേഹം വസ്ത്രങ്ങളൊക്കെ അഴിച്ച് ഗോപസ്ത്രീകൾ കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അവർ ഭഗവാനെ കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ ലജ്ജ തോന്നിയപ്പോൾ എല്ലാവരും മുഖം കുമ്പിട്ട് തല താത്തി നിന്നു. അപ്പോൾ ആ തല താത്തി നിന്നതായിട്ടുള്ള അവസരത്തിൽ വേഗം പോയി ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഒരു മരത്തിൻ്റെ കൊമ്പത്ത് കയറിയിരുന്നു എന്നാണ്. തരസാ അധിരൂഢവാൻ തരസാ വേഗത്തിൽ തന്നെ ആ വിടവം ഒരു ഭൂരുഹത്തിൻ്റെ വൃക്ഷത്തിൻ്റെ കൊമ്പത്ത് ആരൂഢവാൻ കയറിയിരുന്നു എന്ന് സാരം. ത്രപയാ നമിതാനനാസു അഥോ എന്നുള്ളത് അഥ എന്ന് തന്നെ പദം മുറിക്കുമ്പോൾ അനന്തരം വനിതാസു ആ സ്ത്രീകൾ
ത്രപയാ നമിതാനനാസു, ത്രപ കൊണ്ട്, ലജ്ജ കൊണ്ട് നമിതാനനാസു, നമിതമായ ആനനത്തോടു കൂടിയവരായപ്പോൾ, തല കുമ്പിട്ട് നിന്നപ്പോൾ, നിഹിതം അന്തികേ നിഹിതം, അന്തികത്തിൽ സമീപത്തിൽ തന്നെ നിഹിതമായ വെച്ചതായിട്ടുള്ള ആ വസനത്തെ, അമ്പരജാലത്തെ, അമ്പരജാലം അന്തികേ നിഹിതം, അമ്പരജാലത്തെ, അമ്പരത്തിൻ്റെ കൂട്ടത്തെ, വസ്ത്ര സമൂഹത്തെ തരസാ എടുത്തിട്ട്, വളരെ വേഗത്തിലെടുത്ത്, പരിഗൃഹ്യ അതിനെ സ്വീകരിച്ചിട്ട് എടുത്തിട്ട്, ഭൂരുഹ വിടപം, ഒരു വൃക്ഷത്തിൻ്റെ, ഭൂരുഹ വൃക്ഷത്തിൻ്റെ വിടപം, കൊമ്പത്തേക്ക് തരസാ അധിരൂഢവൻ, വളരെ വേഗത്തിൽ കയറി ചെന്നു, വൃക്ഷക്കൊമ്പിൽ കയറിയിരുന്നു എന്നാണ്. ഇഹ താവതുപേത്യ നീയതം വസനം വസുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ വധൂജനൈ. അതിനുശേഷം എന്താണ് ചെയ്തത് ഭഗവാൻ? ഇഹ താവത് ഉപേത്യ നീയതാം വസനം വ സുദൃശോ യഥായഥം. ഇഹ താവതുപേത്യ, ഇഹ താവത്, ഇനി, ഇഹ ഉപേത്യ, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്നോളൂ, എല്ലാവരും കയറി വന്നോളൂ. ഇഹ ഉപേത്യ, ഇവിടെ സമീപത്ത് വന്നിട്ട്, എൻ്റെ സമീപത്ത് വന്നിട്ട്, നീയതാം കൊണ്ടുപോയിക്കോളൂ, നീയതാം വസനം വഹ, വഹ സുദൃശ, സുദൃക്കുകളായിട്ടുള്ള നിങ്ങളുടെ വസ്ത്രങ്ങളെ, സുദൃശ വഹ, സുദൃക്കുകളായിട്ടുള്ള നിങ്ങളുടെ വഹ, നിങ്ങളുടെ വസ്ത്രങ്ങളെ, വസനം വസ്ത്രം, വഹ നിങ്ങളുടെ, സുദൃശ യഥായഥം, ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള യഥായഥം വേണ്ട പോലെ, അതായത് ആരുടെയാണ് ഏതാ വസ്ത്രം എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയിക്കൊള്ളി എന്നാണ്. യഥായഥം ഇതി, ഇപ്രകാരം, നർമ്മ മൃദുസ്മിതേ ത്വയി, നർമ്മത്തോടുകൂടി മൃദുസ്മിതത്തോടുകൂടി ഭഗവാൻ വർത്തിക്കേ. തമാശ പറയായിട്ടാണെങ്കിലും പറഞ്ഞ് ചെറുതായിട്ടൊരു പുഞ്ചിരിച്ചുകൊണ്ട്, നർമ്മ മൃദുസ്മിതേ, നർമ്മം കൊണ്ടുള്ളതായ മന്ദഹാസത്തോടുകൂടി, ചെറിയതായ മന്ദഹാസത്തോടുകൂടി, ത്വയി ബ്രുവതി, അങ്ങ് പറയുന്നതായ അവസരത്തിൽ, അങ്ങ് പറഞ്ഞപ്പോൾ, വ്യാമുമുഹേ വധൂജനൈഹി, വധൂജനങ്ങളാൽ വിമോഹിതരാക്കപ്പെട്ടു, വധൂജനങ്ങൾ വിമോഹിതരായി. എന്താ വേണ്ട നിശ്ചയില്ലാത്തതായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിച്ചു, അവർ വിമോഹത്തെ പ്രാപിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ കയ്യിൽ വസ്ത്രമൊന്നുമില്ല. അപ്പോൾ ഈ വസ്ത്രമൊന്നും ഇല്ലാത്തത് കണ്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് ആ വസ്ത്രം മേടിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്താ വേണ്ടത് എന്ന് നിശ്ചയമില്ലാത്തതായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തെ പ്രാപിച്ചു ഗോപീജനങ്ങൾ എന്നാണ്. ഇഹ താവത് ഉപേത്യ, ഇഹ താവത്, ഇനി, ഇഹ ഉപേത്യ, ഇവിടെ സമീപത്ത് വന്നിട്ട്, എൻ്റെ സമീപത്ത് വന്നിട്ട്, നീയതാം കൊണ്ടുപോയിക്കൊള്ളൂ, വസനം വഹ സുദൃശ, യഥായഥം സുദൃശ, സുദൃക്കുകളായ, അല്ലയോ ഗോപിമാരെ, സുന്ദരികളായ ഗോപിമാരെ, വഹാവസനം, നിങ്ങളുടെ വസനത്തെ, നിങ്ങളുടെ വസ്ത്രത്തെ, വഹ എന്നുള്ളത് തവതേ ഇവയോഹോ വാം യുഷ്മാകം വഹ, യുഷ്മശബ്ദം ഷഷ്ഠി ബഹുവചനാണ്, നിങ്ങളുടെ എന്നർത്ഥം. നിങ്ങളുടെ വസ്ത്രങ്ങളെ യഥായഥം, ഓരോരുത്തരുടെയും അനുസരിച്ച്, അതായത് യഥാ എന്നുള്ളതിനെ അതിക്രമിക്കാതെ ഓരോരുത്തരും അവരുടെ വസ്ത്രങ്ങളെ എടുക്കാവൂ എന്നാണ്. താങ്കളുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോയിക്കൊള്ളൂ എന്ന്, നീയതാം കൊണ്ടുപോയിക്കൊള്ളൂ എന്നിങ്ങനെ, ഇതി ഇപ്രകാരം, ത്വയി നർമ്മ മൃദുസ്മിതേ, അങ്ങ് നർമ്മം കൊണ്ട് മന്ദഹാസത്തോടു കൂടി വർത്തിച്ചിരിക്കേ, ബ്രുവതി പറഞ്ഞപ്പോൾ, വ്യാമുമുഖേ വധൂജനൈഹി വ്യാമുമുഖേ, വധൂജനങ്ങളാൽ വ്യാമോഹിതരാക്കപ്പെട്ടു. വധൂജനങ്ങൾ എന്ന് പറയുമ്പോൾ വധുക്കളെ പോലെ തന്നെയാണ് എന്നുള്ളത് കാണിക്കുകയാണ്. അവർ വധൂജനങ്ങളായിട്ടാണ് ഭഗവാനെ കണക്കാക്കുന്നത്. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് പതിയായിട്ട് വരണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടിയാണ് അവരുടെ പ്രാർത്ഥന, വ്രതാനുഷ്ഠാനം മുഴുവന്. അപ്പോൾ അവരെ വധൂജനൈഹി, ആ വധൂജനങ്ങളാൽ, ആ ഗോപസ്ത്രീകളാൽ ഇപ്രകാരം അങ്ങ് പറഞ്ഞതായ സമയത്ത് വ്യാമോഹിതരാക്കപ്പെട്ടു, അവർ വ്യാമോഹിച്ചു എന്ന്. അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളതായിട്ടുള്ള അവസ്ഥ വന്നു, എന്ത് ചെയ്യണമെന്നറിയാത്തതായിട്ടുള്ളൊരു അവസ്ഥ, ഇതികത്തവ്യത, വിമൂഢരായി തീർന്നു അവർ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ
യമുനാജലഖേലനാകുലാ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. വ്രതമങ്ങു കഴിഞ്ഞു ഗോപികൾ നിജവസ്ത്രങ്ങളഴിച്ചു വച്ചുടൻ യമുനാ നദിയിൽ കുളിക്കവേ അരികെ കണ്ടു ഭവാനെ നാണമായി. ത്രപയാനമിതാനനാസ്വതോ വനിതാസ്വംബരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടവം ത്വം തരസാധിരൂഢവൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. തല താഴ്ത്തി അതീവ ലജ്ജയാൽ അവരപ്പോൾ ഉടയാടയൊക്കെ നീ ഒരുമിച്ചതവാരിയിട്ടുടനരികത്തുള്ള മരത്തിലേറിനാൻ. ഇഹ താവതു വേത്യനീയതം വസനം വസ്സുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഹേ മധൂജനൈഃ. വ്യാമുമുഹേ വിമോഹിതരാക്കപ്പെട്ടു, വിമോഹിതരായി എന്നർത്ഥം. മധുജനങ്ങളാൽ വിമോഹിതരാക്കപ്പെട്ടു, മധുജനങ്ങൾ വിമോഹിതരായി എന്നർത്ഥം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഇവിടെത്തി തിരഞ്ഞെടുക്കുവിൻ നിജവസ്ത്രങ്ങളെ നിങ്ങളേവരും ഇതി നർമ്മവചസ്സു നിന്റെ കേട്ടെവരും കൃത്യവിമൂഢരായ ഹോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.